ഏവർക്കും ഹൃദ്യമായ ഈദാശംസകൾ നേരുകയാണ്. ഈദുൽ ഹിജ്ജ 1 മുതൽ 10 വരെ പുണ്യത്തിൻ്റെ പ്രത്യേകമായ ദിനങ്ങളായിരുന്നുവെന്ന് നാം മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ദിനരാത്രങ്ങളിൽ നാം നിർവഹിച്ച എല്ലാ അമലുകളും അല്ലാഹു സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഹാജിമാർക്ക് കർമ്മങ്ങൾ പൂർണ്ണമായി പൂർത്തിയാക്കി സുരക്ഷിതമായി നമ്മുടെ വീടുകളിലേക്ക്, നാട്ടിലേക്ക് തിരിച്ചെത്താനുള്ള തൗഫീക്ക് അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ബലിപെരുന്നാളിൻ്റെ ഒട്ടനവധി പ്രത്യേകതകളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് ഇബ്രാഹിം നബിയെ ഓർക്കാൻ വിശ്വാസികളെല്ലാവരും നിർബന്ധിക്കപ്പെടുന്നുവെന്നതാണ്. വർഷത്തിലൊരിക്കൽ ഒരു മുസ്ലിമാണോ അയാൾ നിർബന്ധമായും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഓർമ്മിച്ചിരിക്കും. അതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസന ഫീ ഇബ്രാഹീമ വല്ലദീന മഅഹ്. നിശ്ചയമായും ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമയിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ്. അപ്പോൾ ഇബ്രാഹീമീ മില്ലത്ത്, ഇബ്രാഹിം നബിയുടെ ജീവിതം നമുക്കെല്ലാവർക്കും, ലോകാവസാനം വരെയുള്ള മുഴുവൻ ആളുകൾക്കും അത് ഉത്തമമായ മാതൃകയുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നത്. അഥവാ ഖിയാമത്ത് നാൾ വരെ ജ്വലിച്ചു നിൽക്കുന്ന മാതൃകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തവുമായ ഒരു കാര്യമാണ് ഇന്ന് ഈ ഈദിൻ്റെ ദിവസത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, യാതൊരുവിധ സമ്മർദ്ദങ്ങൾക്കും അഥവാ സോഷ്യൽ പ്രഷറിനും കീഴടങ്ങാത്ത പ്രവാചകനായിരുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിൻ്റെ കുടുംബവും. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്നാൽ ഇന്നത്തെ മുസ്ലിം സമുദായമാകട്ടെ വ്യത്യസ്തമായ സമ്മർദ്ദങ്ങളുടെ കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന ഒരു കപ്പൽ പോലെയാണ്. മാനസിക സമ്മർദ്ദത്തിനും സാമൂഹികമായ സമ്മർദ്ദത്തിനും വിധേയമായിട്ടാണ് ഇന്ന് നമ്മുടെ പുതിയ തലമുറ ഇസ്ലാമിന് നിരക്കാത്ത പല കാര്യങ്ങളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വല്ലാത്തൊരു പ്രഷർ ഇന്ന് നമ്മുടെ പുതിയ തലമുറയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് സോഷ്യൽ മീഡിയകൾ ഉണ്ടാക്കിയ പ്രഷറാണ്. അതിലവർ കണ്ടുകൊണ്ടിരിക്കുന്ന റീൽസും അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പിക്ചറുകളും വീഡിയോസുകളും അതാണ് അവരെ നയിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏതൊരു വിഷയം പറയുമ്പോഴും അതിൻ്റെ ഒരു മെൻ്റൽ പ്രഷറിൽ നിന്നുകൊണ്ടാണ് അവർ കാര്യങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൽപ്പനകൾ, പലപ്പോഴും മതപരമായ കൽപ്പനകൾ അവർക്കൊരു കീറാമുട്ടിയായി മാറിക്കൊണ്ടിരിക്കുന്നു. അതിനോട് വല്ലാത്ത അസ്വസ്ഥത അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. മാനസികമായി നമ്മളൊന്നും അറിയാത്ത ഏതൊക്കെയോ സമ്മർദ്ദത്തിൻ്റെ വഴികളിലൂടെ അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയുമോ, ഈ കഴിഞ്ഞ ഒരു വർഷമായി നമ്മുടെ കേരളത്തിൽ ശരാശരി 9,000-ഓളം ആളുകൾ ആത്മഹത്യ ചെയ്തിട്ടുണ്ട് എന്നാണ് കണക്ക്. ആ 9,000-ഓളം ആളുകളിൽ കൂടുതലായിട്ട് എണ്ണം വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയാണ്, അഥവാ കുട്ടികളുടെ എണ്ണമാകുന്നു എന്ന് നമ്മളെ ഞെട്ടിപ്പിക്കേണ്ട ഒരു വിഷയമാണ്. രാജ്യത്തൊട്ടാകെ 14,488 കുട്ടികൾ ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ മാത്രം ആത്മഹത്യ ചെയ്തു എന്ന് പറയുമ്പോൾ അത് എന്ത് വിഷയത്തിലാണ്? ഒന്നുകിൽ മൊബൈൽ ഒന്ന് വാങ്ങിവെച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ റിമോട്ട് ഒന്ന് വാങ്ങിവെച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ വാപ്പ അല്പം ഒന്ന് ശൗര്യത്തോടുകൂടി എന്തോ ഒരു കാര്യം ഉപദേശിച്ചതിൻ്റെ പേരിൽ, അല്ലെങ്കിൽ അവൻ ചോദിച്ച ഒരു കാര്യം സമയത്ത് നടത്തിക്കൊടുത്തില്ല എന്നതിൻ്റെ പേരിൽ എത്രയും വേഗം ബാത്റൂമിലേക്ക് പോയി ആ ഷാളെടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് നമ്മുടെ പുതിയ തലമുറയിൽ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതൊരു ഭാഗത്ത് അങ്ങനെയുള്ള അന്തസംഘർഷങ്ങളാണ് എങ്കിൽ, കാമുകന്റെ സമ്മർദ്ദത്തിൽ മാതാപിതാക്കളെ വരെ വിട്ട് വീടിറങ്ങിപ്പോകുന്ന പെൺകുട്ടികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് കരിയറിന്റെ സമ്മർദ്ദം കാരണം എനിക്ക് വിവാഹം തന്നെ വേണ്ട എന്ന് നിശ്ചയിക്കുന്ന കുട്ടികളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. വിവാഹിതയായി കഴിഞ്ഞാൽ
എനിക്ക് പഠിക്കാൻ കഴിയില്ല, എനിക്ക് ജോലി നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട്, അഥവാ ഈ കരിയർ എന്ന് പറയുന്നത് നമുക്ക് ജീവിതത്തിന് വേണ്ടിയാണ്. പക്ഷേ ജീവിതം തന്നെ വേണ്ട, വിവാഹ ജീവിതം തന്നെ വേണ്ട, കുടുംബ ജീവിതം തന്നെ വേണ്ട എന്നാണ് അവർ വെക്കുന്നത്. പിന്നെ എന്തിനാണ് കാശ്, പിന്നെ എന്തിനാണ് ജോലി? ഈ ചോദ്യങ്ങളൊന്നും അവരുടെ മുമ്പിൽ പ്രസക്തമായി മാറുന്നില്ല. ഫാഷൻ ഇൻഡസ്ട്രിയുടെ സമ്മർദ്ദത്തിൽപ്പെട്ടുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ വേഷത്തിലേക്കും ഒരു കോസ്മെറ്റിക് സംസ്കാരത്തിലേക്കും ഇന്ന് നമ്മുടെ പുതിയ മക്കൾ കടന്നുപോയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. അഥവാ വല്ലാത്ത ഒരു സോഷ്യൽ പ്രഷറിന്റെ, ഇൻസ്റ്റാഗ്രാമിന്റെ, സോഷ്യൽ മീഡിയയുടെ ഈ പ്രഷറിലാണ് ഇന്ന് പുതിയ തലമുറ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ തർബിയത്ത് നൽകിക്കൊണ്ട് വളർത്തിയെടുത്ത സ്വന്തം മകൻ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ ഈ ഈദ്ഗാഹിൽ വന്ന പുതിയ തലമുറ ഓർക്കുകയും അനുധാവനം ചെയ്യുകയും ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ കൽപ്പനയാണെങ്കിൽ ജീവൻ പോലും വെടിയാൻ തയ്യാറായ പ്രവാചകനായിരുന്നു ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം. ഇത് ഈദ്ഗാഹിൽ വന്ന പെൺകുട്ടികളും ആൺകുട്ടികളും ഗൗരവത്തോടുകൂടി നിങ്ങൾ ആലോചിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്നുച്ചരിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കടന്നു വന്നതെങ്കിൽ എന്താണ് അതിന്റെ അർത്ഥം? അല്ലാഹുവാണ് ഏറ്റവും വലിയ മഹാൻ, അല്ലാഹുവാണ് മഹാൻ. ഇന്ന് നമ്മൾ ബലിയറുക്കാൻ പോവുകയാണ്. എന്താണ് ബലിയുടെ സന്ദേശം? ഇതാ എന്റെ ജീവനെക്കാളും വലുത് എനിക്ക് അല്ലാഹുവിന്റെ കൽപ്പനയാണ്. അങ്ങനെ ഒരു ബലി ഉണ്ടാകാനുള്ള കാരണം എന്താ? നമുക്കറിയാം, ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അറുക്കാൻ വേണ്ടി അള്ളാഹു ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് അവൻ എൻ്റെ കൂടെ ഓടിച്ചാടി നടക്കാൻ പ്രയത്നിക്കുവാൻ, പണിയെടുക്കുവാൻ പ്രായമായ സമയം. ദാ വാപ്പമാര് ശ്രദ്ധിക്കണം. ഇന്ന് നിങ്ങളുടെ 4 വയസ്സ് 5 വയസ്സ് പ്രായമുള്ള കുട്ടികളുടെ കൈ പിടിച്ചുകൊണ്ട് നിങ്ങൾ കടന്നു വന്നപ്പോ നിങ്ങൾക്ക് എത്രമേൽ സന്തോഷമുണ്ടായിട്ടുണ്ട്. അങ്ങനെ ആ കുട്ടി വിരൽ പിടിച്ച് നടന്നു വരാൻ സമയമായപ്പോ കാലയാ ബുനയ്യ, അതാ പൊന്നുമോനെ അവിടുന്ന് പറയാണ്, ഇന്നി അറാഫിൽ മനാമി, ഞാൻ ഉറക്കത്തിൽ ഒരു സ്വപ്നം കണ്ടിട്ടുണ്ട്. അന്നീ അത് ബഹുക, മോനെ നിന്നെ അറുക്കാനാണ് സ്വപ്നം കണ്ടത്. നിന്റെ അഭിപ്രായം എന്താണ്? നിന്നെ അള്ളാഹുവിന്റെ മാർഗത്തിൽ അറുക്കാനാണ് എനിക്കത് സ്വപ്നത്തിൽ അള്ളാഹു അറിയിച്ചിരിക്കുന്നത്. മോനെ നിന്റെ അഭിപ്രായം എന്താണ്? ഈ ചോദ്യം മക്കളെ നിങ്ങളോട് നിങ്ങളുടെ പിതാക്കന്മാര് ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ഉപദേശം നിങ്ങളോട് പറഞ്ഞാൽ അത് തന്ത വൈബാണെന്നും അത് തള്ള വൈബാണെന്നും പറഞ്ഞ് കളിയാക്കുന്ന പുതിയ തലമുറയുടെ മുമ്പിൽ നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇസ്മായിൽ നബിയോട് ഇബ്രാഹിം നബി ചോദിക്കുകയാണ്, മോനെ നിന്റെ അഭിപ്രായം എന്താ? എന്തിനാ അഭിപ്രായം ചോദിക്കുന്നത്? ഏതെങ്കിലും ഹറാമായ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന വിഷയമല്ല, മറിച്ച് നിന്നെ അറുക്കാൻ അല്ല പറഞ്ഞിരിക്കുന്നു. ഈ വിഷയത്തോട് നിന്റെ പ്രതികരണം എന്താ? അവിടുന്ന് പറഞ്ഞു, യാ അബതി, പൊന്നുവാപ്പ, അല്ല എന്താണോ നിങ്ങളോട് കൽപ്പിച്ചത് അത് നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക. സതജിദുനി, നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. അല്ല വിചാരിക്കുകയാണെങ്കിൽ ക്ഷമാശീലരുടെ കൂട്ടത്തിൽ എന്നെ കാണാൻ പറ്റുമെന്നാണ്. നോക്കൂ നിങ്ങൾ സുഹൃത്തുക്കളെ, ഇസ്മായിൽ നബിയോട് അറുക്കണമെന്ന് പറയുമ്പോൾ തിരിച്ചൊരു വാക്കില്ല, എന്നെ അറുക്കേ എന്നുള്ള ചോദ്യമില്ല, അവനിൽ ലിബറൽ ചിന്തകളില്ല, മറിച്ച് അതിന് വിധേയമായി കൊടുക്കുകയാണ്. ഇസ്മായിൽ നബി ഇങ്ങനെയായത് ഒരു സുപ്രഭാതത്തിലല്ല, അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചത് കൊണ്ടാണ്, അല്ലെങ്കിൽ പഠിപ്പിച്ചത് കൊണ്ടാണ്. സുഹൃത്തുക്കളെ, രക്ഷിതാക്കളോടാണ് എനിക്ക് രണ്ടാമത് ചോദിക്കാനുള്ളത്. നമ്മുടെ മകനോട് ഇന്ന് ഇസ്ലാമികമായ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞാൽ, എന്തിനധികം മോനെ ഈ റീൽസ് ഒന്ന് കാണണ്ട, ഈ പോക്ക് നമുക്ക് ശരിയല്ല. മോളെ, നീ പ്രണയത്തിന്റെ പിന്നാലെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട എവിടെയോ കിടക്കുന്ന ഒരു ചെറുക്കന്റെ പിന്നാലെ നീ നടക്കരുത് മോളെ, ആ കല്യാണം നമുക്ക് നല്ലതല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കുട്ടികൾ എങ്ങനെ നിങ്ങളോട് പ്രതികരിക്കും? ഇസ്മായിൽ നബി എവിടെ നിൽക്കുന്നു? എന്തേ നമ്മളെ കുട്ടികൾ നേരെ തിരിച്ചു പ്രതികരിക്കാൻ കാരണം? അവർ കരയാൻ കാരണം, അവർ വീട് വിട്ടിറങ്ങാൻ കാരണം, അവർ മാതാപിതാക്കളെ സമ്മർദ്ദത്തിലാക്കാൻ കാരണം? അതിന് കാരണമുണ്ട്. ഇസ്മായിൽ നബിക്ക് പഠിപ്പിച്ചു കൊടുത്ത പടച്ചോനെ കുറിച്ചുള്ള ബോധമുണ്ടല്ലോ, അത് നമ്മൾ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തില്ല.
അതാണ്, വേറെ കാരണമൊന്നും അതിനില്ല. ഈ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കരിയർ ഭ്രാന്തിന്റെ തിരക്കിൽ ഇത് പഠിപ്പിക്കാൻ ആർക്കൊന്നും നേരല്ല. ആ ഒരു മദ്രസയാണ്. നമുക്കറിയാം, മദ്രസ എന്ന് പറയുന്നത് ഓരോ ദിവസവുമാണ് നമ്മുടെ നാട്ടിൽ മദ്രസ നടന്നിരുന്നത്. 3-4 മണിക്കൂർ ഉണ്ടായിരുന്നു മുമ്പ്. അത് പിന്നെ 3 ആയി, 2 ആയി, 1 ആയി. ഇപ്പോഴോ ശനി ഞായറുമായി, അവസാനം ഞായറാഴ്ച മാത്രമായി, അവസാനം അത് ഓൺലൈനിലായി. ഞാൻ ചോദിക്കട്ടെ, എന്താ ഓൺലൈൻ വിദ്യാഭ്യാസം മദ്രസ അത് നടത്തിയാൽ മതി എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പോലെ ഭൗതിക വിദ്യാഭ്യാസം ഓൺലൈനിൽ പോരെ, 1 മണിക്കൂർ പോരെ? എന്താ അതൊരു മണിക്കൂർ പോരാ? ഒരു +2 പഠിക്കുന്ന, എൻട്രൻസിന് പഠിക്കുന്ന ഒരു കുട്ടി നിൽക്കുകയാണെങ്കിൽ അവൻ പഠിച്ചു തീർത്ത ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ പുസ്തകം അട്ടിക്ക് വെച്ചാൽ അവനേക്കാളും 2 ഇരട്ടി നീളുണ്ടാവും. അത് പഠിക്കാൻ എത്ര സമയം ചെലവാക്കുന്നത്? സ്വന്തം കുടുംബത്തിലൊരാൾ മരിച്ചാൽ പോലും നമ്മൾ അവരെ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നില്ല. അവന് ട്രെയിനിങ്ങിലാണെന്ന് പറയും, അവൻ കോച്ചിങ്ങിലാണെന്ന് പറയും, അല്ലേ? ഒരു കല്യാണത്തിൽ പങ്കെടുക്കാൻ പറ്റില്ല. ഇതൊക്കെ സാക്രിഫൈസ് ചെയ്തിട്ട് നമ്മൾ പഠിപ്പിക്കണില്ലേ? ഞാൻ പറയുന്നത് ഇതൊന്നും പഠിപ്പിക്കേണ്ടെന്നല്ല, പക്ഷെ ഇതിൻ്റെ കൂടെ പടച്ചോൻ ആരാ, പരലോകം എന്താണെന്നും കൂടി പഠിപ്പിച്ചു കൊടുക്കണം. അതിന് നമ്മൾ മറക്കരുത് സുഹൃത്തുക്കളെ. ഇതാ മദ്രസൻ്റെ അഡ്മിഷൻ സമയത്തിലേക്കാണ് നമ്മളൊക്കെ കടന്നു പോകുന്നത്. നമ്മളെ കുട്ടികളെ നിർബന്ധമായിട്ടും മദ്രസ കോംപ്രമൈസ് ചെയ്താണ്ടല്ലോ ഈ കുട്ടി ഡോക്ടറായിട്ടും കാര്യമില്ല, എഞ്ചിനീയർ ആയിട്ടും കാര്യമില്ല, ആരായിട്ടും കാര്യമില്ല. ഈ കുട്ടിനെ ഈ ദുനിയാവിൽ നമുക്ക് കിട്ടൂല. വയോജനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായൊരു വകുപ്പ് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് ഉണ്ടാക്കിയിട്ടുണ്ട്. എന്തിനാ വകുപ്പ് ഉണ്ടാക്കാൻ കാരണം? ആ ലോകത്ത് യൂറോപ്യൻ നാടുകളിലൊക്കെ വൃദ്ധരായ ആളുകൾ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ മാത്രമല്ല, കേരളത്തിലെ അവസ്ഥ എന്താ? എല്ലാവരും യൂറോപ്പിലും അവിടെയും ഇവിടെയാണ്, മക്കളൊക്കെ അവിടെയാണ്. സ്വന്തം വാപ്പിമ്മി മാത്രമാണ് പ്രായമാകുമ്പോൾ ഒറ്റക്കുള്ളത്. നോക്കാൻ ആരുള്ളത്? എന്താ അവസ്ഥ? അപ്പം ഈ ദുനിയാവിലും മക്കൾ നമുക്ക് എന്ത് ചെയ്യൂല, ശരിക്കും പ്രയോജനപ്പെടൂല എന്നാണ് ഞാൻ പറയുന്നത്. ശരിക്കും ദീന് പഠിച്ചിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഇസ്മായിൽ നബിക്ക് പഠിച്ച പടച്ചവനെ നമ്മളെ കുട്ടികൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഈ പെരുന്നാളിൻ്റെ സന്ദേശം നിലനിൽക്ക് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം സുഹൃത്തുക്കളെ. രണ്ടാമത്തൊരു കാര്യം എന്താ അറിയുമോ? നമ്മുടെ സ്ത്രീകൾ പലവിധ സമ്മർദ്ദത്തിന് വിധേയരായിട്ടാണ് ഇസ്ലാമിന് നിരക്കാത്ത പല കാര്യങ്ങളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ. ഇന്നിപ്പോൾ നമുക്കറിയാം, പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടു. അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നമ്മുടെ അടുക്കളകളിൽ പോലും ഇന്ന് നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പെട്രോളിനും ഡീസലിനും ഇനി വില കയറിക്കൊണ്ടേയിരിക്കുന്നു. ഇനി എന്താവും നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. വിദേശത്ത് നിന്ന് ഒരുപാട് ആളുകൾ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചെത്തി. പക്ഷെ ഇതുവരെ ജീവിച്ച അതേ നിലവാരത്തിൽ അവരെ കൊണ്ട് ജീവിക്കാൻ കഴിയണില്ല. കുട്ടിക്ക് ഇതുവരെ കൊടുത്ത ഫീസ് കൊടുക്കാൻ കഴിയണില്ല. ഇതുവരെ ഉപയോഗിച്ച വാഹനം ഉപയോഗിക്കാൻ കഴിയണില്ല. ഇതുവരെ ഉപയോഗിച്ച സൗകര്യം ഉപയോഗിക്കാൻ പറ്റുന്നില്ല. എന്നും വൈകുന്നേരം ഹോട്ടലിൽ കൊണ്ടുപോയി മന്തി വാങ്ങിക്കൊടുക്കാൻ ഇനി കഴിഞ്ഞോളന്നില്ല. പക്ഷെ ഇത് ഉൾക്കൊള്ളാൻ നമ്മുടെ സഹോദരിമാർക്ക് എത്ര പേർക്ക് കഴിയുന്നുണ്ട്? ഇപ്പോഴും ആഴ്ചതോറും കല്യാണം ഉണ്ടെങ്കിൽ അതിനൊക്കെ പുതിയ പുതിയ ഡ്രസ്സ് എടുക്കണമെന്ന് വാശി പിടിക്കുന്ന ചിലരെങ്കിലും നമ്മുടെ സഹോദരിമാരുടെ കൂട്ടത്തിലില്ലേ? ഈ ഗൾഫ് വരവ് കുറയുമ്പോൾ അതിൻ്റെ സ്ഥിതി മനസ്സിലാക്കാൻ കഴിയാത്ത കുടുംബിനികൾ. എന്താ അങ്ങനെയുള്ള അവസ്ഥ? ഈ സോഷ്യൽ പ്രഷറാണ്. അവൾ അങ്ങനെ എടുക്കുന്നു, മറ്റോൻ ഇങ്ങനെ എടുക്കുന്നു, അപ്പം ഞാനും അങ്ങനെ എടുക്കണം. നമ്മളെ വീടിനേക്കാളും അവരുടെ വീട് കുറച്ച് വലുതാണ്, അപ്പം നമ്മളെ വീടും വലുതാക്കണം. നമുക്ക് സൗകര്യം പോരാ. നമുക്ക് നമ്മളായി ജീവിക്കാൻ അല്പം പണം മതി, പക്ഷെ നമുക്ക് മറ്റുള്ളവരായി ജീവിക്കാൻ എത്ര പണം ഉണ്ടാക്കിയാലും തികയില്ല സുഹൃത്തുക്കളെ. ഇന്ന് വേറുള്ളവരായി ജീവിക്കാനാണ് പലരും ശ്രമിക്കണത്. നമ്മളായി ജീവിച്ചാൽ മതി, നമ്മളെ കൊക്കിലൊതുങ്ങുന്നത് കൊത്തിയാൽ മതി. പക്ഷെ അതിന് കഴിയുന്നില്ല. വ്യത്യസ്തമായ സമ്മർദ്ദങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടുകൊണ്ട് പോവുകയാണ്. പലവിധ സമ്മർദ്ദങ്ങൾക്ക് വിധേയമായി ഇന്ന് ചില സഹോദരിമാർ സ്വന്തം കുട്ടികളെ വരെ കൊന്ന് ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇന്നലെ ഒരു വാർത്ത കണ്ടു. പ്രസവിച്ചിട്ട് ആ പൊക്കിൾ കൊടി സ്വന്തം കൈകൊണ്ട് മുറിച്ചു മാറ്റി കുട്ടിയെ ജനലിൻ്റെ ഉള്ളിൽ കൂടി, ആ നവജാത ശിശുവിനെ ജനലിനുള്ളിലൂടെ എറിഞ്ഞു എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസം കുപ്പത്തൊട്ടിയിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്, തോട്ടിലേക്ക് എറിഞ്ഞു എന്നാണ് പറയുന്നത്. അവിഹിത ഗർഭം ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. അവിഹിത ഗർഭം വർദ്ധിക്കാനുള്ള കാരണം എന്താ? അവിഹിത ബന്ധങ്ങൾ ഇന്ന് വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. മൈ ബോഡി മൈ റൈറ്റ് എന്ന നിയമവും പറഞ്ഞ് ഈ ഒരു അസാൻമാർഗികമായ വഴിയിലൂടെ കുത്തഴിഞ്ഞ ലൈംഗിക സംസ്കാരത്തിലൂടെ യാത്ര പോകുന്നുണ്ട്. അതിൻ്റെ തിക്തഫലമാണ് നീ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ കേരളം പ്രബുദ്ധമാണ് എന്ന് പറയും. എവിടേക്കാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്? എന്നാൽ ഇതൊക്കെ മതപരമായി തെറ്റാണെന്ന് പറഞ്ഞാലോ, ഈ മുസ്ലിം പേരുള്ള കുട്ടികൾ, പെൺകുട്ടികൾ വന്നിട്ട് പറയണെന്ത്? നിങ്ങളെ സ്വർഗവും നരകത്തിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമല്ല, ഞാൻ ഈ ഒരു രീതിയിലേ ജീവിക്കുള്ളൂ, അങ്ങനെ നരകണ്ടെങ്കിൽ ഞങ്ങളെ നരകത്ത് പോയിക്കോട്ടെ, നിങ്ങൾക്ക് എന്താ? ഇങ്ങനെ മതത്തിന്റെ ഉപദേശങ്ങളെ പരിഹസിക്കുന്ന അവസ്ഥ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെയാണ് ഹാജറ ബീവി എന്ന ഭാര്യയും മാതാവും പുതിയ നമ്മുടെ പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും ഒക്കെ വലിയ മാതൃകയാകേണ്ടത്. നിങ്ങൾക്കറിയാലോ, ഹാജറ ബീവിയും കുട്ടിനെയും സ്വന്തം ആരും ഇല്ലാത്തടത്ത് കൊണ്ടുപോയി ആക്കിയിട്ടേ ഇബ്രാഹിം നബി മടങ്ങിപ്പോരുകയാണ്. ആരുമില്ല, ഒറ്റക്കാണ്. കാക്കൊക്കെ ഇരിക്കാൻ തണലില്ല, ഒരു വെള്ളമല്ല, പച്ച വെള്ളമല്ല, അയലോക്കക്കാരില്ല, മനുഷ്യന്മാരില്ല, ആരുമില്ല. എത്ര അസ്വസ്ഥത ഉണ്ടാവും?
ഇപ്പൊ നമ്മളെ ഭാര്യമാരെ പ്രസവത്തിന് അഡ്മിറ്റ് ആക്കിയിട്ട് ലേബർ റൂമിൽ കയറുന്നതിന് മുമ്പ് ഭർത്താവ് അവിടെ അരികിലുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പോയി വരട്ടെ എന്ന് പറഞ്ഞാൽ നിങ്ങൾ പോകാൻ പറ്റില്ല എന്നേ പറയുള്ളൂ അല്ലേ? ഇതങ്ങനെയല്ല, ആരുമില്ലാതെ ഈ ചെറിയ കുട്ടിനെ ഇവിടെ ആക്കിന് പോവാ. അപ്പൊ ഹാജറ ബീവി ചോദിക്കുന്നൊരു ചോദ്യം ഉണ്ട്. എന്താ ചോദിക്കണത്? ഞങ്ങളവിടെ ഒറ്റക്കാക്കി നിങ്ങളാണ് പോവുക, നിങ്ങൾ എന്ത് ഭർത്താവാ എന്നല്ല ചോദിച്ചത്. ഇബ്രാഹിം, ഈ പോക്ക് നിങ്ങളോട് ആര് പറഞ്ഞതാണ്? അല്ല പറഞ്ഞതാണോ? അല്ല പറഞ്ഞിട്ടാണോ ഞങ്ങൾ അവിടെ ആക്കി പോണത്? ഇബ്രാഹിം നബി തിരിഞ്ഞു നിന്നുകൊണ്ട് പറഞ്ഞു, ഞാൻ അതേ പടച്ചോൻ പറഞ്ഞതാണ്. ഈ ഉത്തരം കേട്ട ഹാജറ ബീവി പിന്നെ പറഞ്ഞത് എന്താ? എങ്കിൽ താങ്കൾ പോയിക്കോളൂ, ആ പടച്ചോൻ ഞങ്ങളെ കൈവിടുകയില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, ഈ ഹാജറ ബീവിക്ക് ഇങ്ങനെ പറയാൻ ഒരു സുപ്രഭാതത്തിൽ കഴിഞ്ഞത് എന്തുകൊണ്ടാ? ആ ഭാര്യക്ക് ശരിയായ മതബോധം, ശരിക്കും പടച്ചോനെ കുറിച്ചുള്ള ബോധം ഇബ്രാഹിം നബി കൊടുത്തിരുന്നു എന്നതാണ്. ഇത് നമ്മളെ മക്കൾക്ക് നമ്മൾ കൊടുക്കണം, ഇത് നമ്മളെ ഭാര്യമാർക്ക് കൊടുക്കണം. വെറും ഡ്രസ്സ് മാത്രം വാങ്ങിയാൽ പോരാ, വെറും മന്തി മാത്രം വാങ്ങി കൊടുത്താൽ പോരാ, വെറും ടൂറ് മാത്രം കൊണ്ടായാൽ പോരാ, ഒരു ഖുർആൻ ക്ലാസ്സിലൂടെയും കൊണ്ടുപോകണം. ഇതുപോലെ ഈദ്ഗാഹുണ്ടെങ്കിൽ കൊണ്ടുവരണം, ദീനും കൂടി പഠിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കി കൊടുക്കണം. അതാ ഇബ്രാഹിം നബീന്റെ ചര്യ എന്ന് പറയുന്നത്, അതാ ഹാജറ ബീവിന്റെ ചര്യ എന്ന് പറയുന്നത്. പിന്നെ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന വേറൊരു സമ്മർദ്ദം എന്താ അറിയോ? പൊതുപ്രവർത്തകർ, രാഷ്ട്രീയ നേതാക്കന്മാര്, മന്ത്രിമാര്, ജനപ്രതിനിധികൾ, അഥവാ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ളതാണ് ഞാൻ പറയുന്നത്. മുസ്ലിം പേരുള്ളവരെ പറ്റിയാണ് ഞാൻ പറയാതിരിക്കാൻ പറ്റില്ല, ഇനി അത് പറയേണ്ട സമയം അവർ അതിക്രമിച്ചു. അവരും തന്നെ ഇന്നൊരു സമ്മർദ്ദത്തിന്റെ പിന്നാലെയാണ്. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന സമ്മർദ്ദം. ഇന്നിപ്പോ കേരളത്തിൽ എന്താ അവസ്ഥ? മുസ്ലിങ്ങൾ മുഖ്യമന്ത്രിയാവും, മുസ്ലിങ്ങൾ രാജ്യം ഭരിക്കും. അത് കേട്ടതൊന്നും മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു മൂർഖം പമ്പാണോ? അങ്ങനെ ഉണ്ടോ? ഈ രാജ്യത്തെ എല്ലാവരെ പോലുള്ള ഒരു പൗരന്മാരെല്ലാവരും, എന്നിട്ട് അവരെ കുറിച്ച് എന്തോ ഒരു പേടിയും ബേജാറും ഉണ്ടാക്കി. അവർ കുഴപ്പക്കാരാണ്, അവരെ മതമാണ്, അവർ മതത്തിന്റെ ആൾക്കാരാണ്. എന്താ ഈ മതത്തിന് കുഴപ്പം? ഇസ്ലാം എന്നാണ് എന്താ? സമാധാനത്തിന്റെ മാർഗം എന്നാണ്. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവൻ എന്നാണ്. ഒരു മുസ്ലിമിന് ഒരാൾ പിന്നെ പ്രയാസപ്പെടുത്താൻ കഴിയില്ല, ബുദ്ധിമുട്ടിക്കാൻ കഴിയില്ല, നിർബന്ധിച്ച് അവനെ മതത്തേക്ക് കൊണ്ടുവരാൻ പറ്റൂല. ലാ ഇക്റാഹ ഫിദ്ദീൻ എന്നാണ് മതം പഠിപ്പിച്ചിട്ടുള്ളത്. എത്ര വിശാലമായ മതമാണിത്. ഞാൻ അധികാരത്തിൽ വരികയാണെങ്കിൽ ഇവിടെ ഇന്ത്യയിൽ നടക്കേണ്ടത് ഗാന്ധിജി പറഞ്ഞത് എന്താ? ഉമറിന്റെ ഭരണം നടക്കണം എന്നാണ്. എന്തേ പറയാൻ കാരണം? അത്രയ്ക്ക് വിശാലമാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഇത് ആ ഇസ്ലാമിനാണ് അപരവൽക്കരിക്കുന്നത്. അപ്പൊ ഈ അപരവൽക്കരണമൊക്കെ പാടെ വരുമ്പോൾ ഇന്നും പിന്നെ സമുദായത്തിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്ന് ജയിച്ചു വരുന്ന ആളുകൾ തന്നെ ആ പ്രഷറിനനുസരിച്ച് ജീവിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനൊരു മുസ്ലിം അല്ല എന്ന് എങ്ങനെ തോന്നിപ്പിക്കാമെന്നാണ് പലപ്പോഴും അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ റീൽസും അവരുടെ പ്രസംഗവും അവരുടെ പ്രഭാഷണവും അവരുടെ പോസ്റ്ററും ഒക്കെ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാനൊരു മുസ്ലിം അല്ല എന്ന് എങ്ങനെ തോന്നിപ്പിക്കാൻ പറ്റുക എന്നുള്ളത്. ഇപ്പോതാ സ്ഥാനാർത്ഥിയായി കഴിഞ്ഞാൽ വോട്ട് കിട്ടണമെങ്കിൽ ഒരു മുസ്ലിം ആണെങ്കിൽ തന്നെ അവന് വേറെ എല്ലാ ക്ഷേത്രത്തിലും ചർച്ചിലും എല്ലായിടത്തും പോയി അവിടെ ഒന്ന് വണങ്ങിയെങ്കിൽ മാത്രമേ ആ സമുദായത്തിന്റെ വോട്ട് കിട്ടുള്ളൂ എന്നൊരു തോന്നലുമായി മാറിയിട്ടുണ്ടെന്ന്. അങ്ങനെയൊന്നുമില്ല. ഇത് ഇന്ത്യ രാജ്യമാണ്, എല്ലാവർക്കും ഓരോ മതമുണ്ട്, വിശ്വാസമുണ്ട്. ആ വിശ്വാസം കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമൊന്നും ഇതിനില്ല. ഇന്ന് തുടങ്ങിയതാ ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. എത്ര നേതാക്കന്മാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്, അവരൊന്നും അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അവരൊക്കെ ആളുകൾ വോട്ട് ചെയ്തിട്ടില്ലേ? ഇപ്പോഴോ? ഇപ്പൊ മുസ്ലിം ഇപ്പൊ മതം നോക്കിയിട്ടാണോ ഇപ്രാവശ്യം നിയമസഭയിൽ വോട്ടുണ്ടായത്? അല്ല. ക്രൈസ്തവ കമ്മ്യൂണിറ്റി കൂടുതലുള്ളിടത്ത് മുസ്ലിങ്ങൾ ജയിച്ചിട്ടുണ്ട്, മുസ്ലിം കമ്മ്യൂണിറ്റി കൂടുതലുള്ളിടത്ത് ഹൈന്ദവ വിശ്വാസികൾ ജയിച്ചിട്ടുണ്ട്, ഹൈന്ദവ വിശ്വാസികൾ കൂടുതലുള്ളിടത്ത് മുസ്ലിം സ്ഥാനാർത്ഥി ജയിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ മതം നോക്കിയിട്ടാണോ വോട്ട് ചെയ്ത്? അല്ല, ഈ രാജ്യത്തിന്റെ മതനിരപേക്ഷത നോക്കിയിട്ടാണ്. അതൊക്കെ വെറുതെ ഓരോരുത്തർ ഉണ്ടാക്കുന്ന പുകിലുകളാണ്. അതിനനുസരിച്ച് നമ്മളെ വേഷം മാറ്റാൻ പറ്റുമോ? നമ്മളെ സംസ്കാരം മാറ്റാൻ പറ്റുമോ? ഒരു കാരണവശാലും അത് നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പൊ അത് ചിലവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? വിഷുക്കണി. അതൊരു വിശ്വാസത്തിന്റെ ഭാഗമാണ്. അത് കണി കാണുക എന്നുള്ളത്, അതിന് പ്രത്യേക ഭവ്യതയോടുകൂടി നിൽക്കുക എന്നുള്ളത്. എന്നിട്ട് അതിനു വേണ്ടി ചില ജനപ്രതിനിധികൾ, മുസ്ലിം ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് പുതിയ തലമുറയിലുള്ള ജനപ്രതിനിധികൾ, അവരറിഞ്ഞിട്ട് അതിന് ഗൗരവം മനസ്സിലാക്കിയിട്ടാണോ അല്ലേന്നറിയില്ല, അതിരാവിലെ സ്വന്തം കുട്ടികളെ വരെ മാറ്റി ഒരുക്കി കൊണ്ടുപോയി പ്രത്യേക വേഷം ധരിപ്പിച്ച് അവിടെ കൊണ്ടുപോയി വളരെ ഭവ്യതയോടുകൂടി നിൽക്കുന്നൊരവസ്ഥ. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ തെറ്റിദ്ധരിക്കണ്ട. നമ്മൾ ആരും അതിനെ അധിക്ഷേപിച്ച് പറയുന്നില്ല. അത് നിങ്ങളുടെ ആചാരമാണ്, നിങ്ങളുടെ വിശ്വാസമാണ്. പക്ഷെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും തന്നെ അങ്ങനത്തെ ഒരു വിശ്വാസം സ്വീകരിക്കാനോ അതിനോട് താതാത്മ്യപ്പെടാനോ പറ്റില്ല. അതിലെന്താ തർക്കമുള്ളത്? പക്ഷെ അതൊന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റുമ്പോൾ നിലവിളക്ക്. എന്തിനാ നിലവിളക്ക് കത്തിക്കണത്? ലൈറ്റിനല്ല എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. കാരണം അവിടെ ട്യൂബ് ലൈറ്റ് മിന്നുന്ന സ്ഥലത്താണ് എന്ത് ചെയ്യുന്നത്? ഇത് കത്തിക്കുന്നത്. അത് ആ അഗ്നി ആരാധനയുടെ ഭാഗമായിട്ടാണ് അത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പൊതു സദസ്സിൽ കൊണ്ടിരുന്നത് ഒരു മന്ത്രിക്ക് പറഞ്ഞൂടെ, ഒരു MLA ക്ക് പറഞ്ഞൂടെ, എൻ്റെ പൊതു സദസ്സിൽ അതുണ്ടാകാൻ പാടില്ല? അത് EMS പണ്ട് പറഞ്ഞിട്ടുണ്ട്. CH മുഹമ്മദ് കോയ
ഇങ്ങനെയുള്ളൊരു നിലപാട് സ്വീകരിച്ചപ്പോൾ, വിളക്ക് കൊളുത്തൂല എന്നുള്ള നിലപാട് സ്വീകരിച്ചപ്പോൾ അത് വിവാദമായി, ചർച്ചയായി. അപ്പൊ EMS ആണ് അതിന് മറുപടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ആ സ്റ്റാൻഡിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്നാണ് പറഞ്ഞത്. കാരണം അതൊരു ആരാധനയുടെ ഭാഗമാണ്, അത് അദ്ദേഹം ചെയ്യേണ്ടതില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് പൊതു സദസ്സിലേക്ക്, പൊതുവേദിയിലേക്ക് ഒരു മതത്തിന്റെയും അടയാളങ്ങൾ കൊണ്ടുവരേണ്ടതില്ല എന്ന് അദ്ദേഹം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഇത് പറയുമ്പോഴേക്ക്, ഈ നിലപാട് സ്വീകരിക്കുമ്പോഴേക്കും ഇടിഞ്ഞു പൊളിഞ്ഞു പോകുന്നു എന്നല്ല നമ്മളെ വ്യക്തിത്വം എന്ന് പറയുന്നത്. അപ്പോഴേക്ക് നമുക്ക് വോട്ട് പോകില്ല. അങ്ങനെ പോണ വോട്ടർ പോട്ടെ, ഇവിടെ ജനങ്ങൾക്കിടയിൽ ജയിച്ചാൽ പോരാ, നാളെ പരലോകത്ത് ജയിക്കണ്ടേ എന്താ ഈ പറയുന്നത്? അതുകൊണ്ട് ഈ കാര്യത്തിൽ ഗൗരവമായ കാഴ്ചപ്പാടുണ്ടാകേണ്ടതുണ്ട്. സ്ഥാനാർത്ഥിയായാൽ എല്ലാ ആരാധനാ മൂർത്തികളെയും വണങ്ങുന്ന എന്റെ മനസ്സിലതൊന്നുമില്ല എന്നുള്ളതാണ്. മനസ്സിലുണ്ടോ അല്ലേ എന്നുള്ളതല്ല, ഇതൊരു ജനങ്ങൾക്ക് കൊടുക്കുന്ന, സമുദായത്തിന് കൊടുക്കുന്ന ഒരു മെസ്സേജ് തെറ്റായ മെസ്സേജാണ്. പുതിയ തലമുറ എന്താ മനസ്സിലാക്കുക? ഇനി ഇവിടെ മത്സരിക്കണമെങ്കിലും ജയിക്കണമെങ്കിലും മന്ത്രിയാകണമെങ്കിലും എല്ലാ മതവിശ്വാസവും സ്വീകരിക്കും, അതിന്റെ പിന്നാലെ പോകും ചെയ്താലേ പറ്റുള്ളൂ പറഞ്ഞാൽ പിന്നെ എന്താണ് ഇന്ത്യയുടെ പ്രത്യേകത? എന്താണെന്ന് ഞാൻ ചോദിക്കണത്. ഇത് ബഹുസ്വര രാജ്യമാണ്. ഇന്ത്യൻ മതേതരത്വം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ മതനിരാസമല്ല. അത് യൂറോപ്യൻ സെക്കുലറിസമാണ്. യൂറോപ്പിൽ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കലാണ്. അതല്ല ഇന്ത്യയിലുള്ള മതനിരപേക്ഷതയാണ്. എന്താ മതനിരപേക്ഷത എന്ന് പറഞ്ഞാൽ? വ്യക്തിക്ക് മതമാകാം, എന്നാൽ ഗവൺമെന്റിന് മതം പാടില്ല. ഇതാ വിഷയം. ഗവൺമെന്റ് ഒരു മതത്തിൽ പ്രത്യേകം പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല, പക്ഷെ വ്യക്തികൾക്ക് മതമാകാം. ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് മതമാകാം, കേരള മുഖ്യമന്ത്രിക്ക് മതമാകാം. അവരുടെ മതം അനുസരിച്ച് അവർ ജീവിക്കുക, അവരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ. പക്ഷെ മുസ്ലിങ്ങൾക്ക് ഈ സ്ഥാനത്തൊക്കെ എത്തുമ്പോൾ ഞാനൊരു മുസ്ലിമാണ് എന്ന് പറയാനും അതിൻ്റെ വേഷം ധരിക്കാനും അതിൻ്റെ ഷിയാറുകൾ കൊണ്ടുവരാനും ഭയങ്കര കോംപ്ലക്സ് അനുഭവിക്കുന്ന ഒരു സാഹചര്യം ഇന്നുണ്ട്. അത് അടിയന്തിരമായി നമ്മൾ പരിഹരിച്ചേ പറ്റുള്ളൂ. ഞാനൊരു മുസ്ലിം അല്ലെന്ന് തോന്നിക്കാൻ എന്തെല്ലാം ചെയ്യണമെന്ന ഗവേഷണമാണ് ഇന്ന് പ്രത്യേകിച്ച് പുതുതലമുറയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇസ്ലാമിക രാജ്യത്തല്ലല്ലോ ജീവിക്കുന്നത് എന്ന ന്യായമാണ് പലരും ഇതിന് പറയല്. നമ്മളൊരു പൊതു സമൂഹത്തിലല്ലേ, അപ്പൊ അതിനനുസരിച്ചൊക്കെ നമ്മൾ ജീവിക്കണ്ടേ എന്നാണ് പറയാറുള്ളത്. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, ഇബ്രാഹിം നബി ഒരു ഇസ്ലാമിക രാജ്യത്തല്ല ജീവിച്ചത്. ആണോ? ഇസ്ലാമിക രാജ്യത്തല്ല, അനിസ്ലാമിക രാജ്യത്താണ് ജീവിച്ചത്. നമുക്ക് നമ്മളെ മതം അനുസരിച്ച് ജീവിക്കാൻ ഭരണഘടനയിൽ അനുവാദം തരുന്നുണ്ട്. അവിടെ അനുവാദം ഉണ്ടായിരുന്നു. അവിടെ ഇബ്രാഹിം നബി തൗഹീദ് പറഞ്ഞപ്പോൾ എന്താ സംഭവിച്ചത്? കുടുംബം എതിർത്ത് നിന്നില്ലേ, നാട്ടുകാർ എതിർത്ത് നിന്നില്ലേ, രാജാവ് എതിർത്ത് നിന്നില്ലേ? അങ്ങനെയൊക്കെ അവിടെ സംഭവിച്ചിട്ടും ഒറ്റയാൾ പട്ടാളമായി തൗഹീദിന്റെ മാർഗത്തിൽ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന ഈ ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ഉറച്ചു നിന്ന പ്രവാചകന്റെ പേരാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ന്. ആ ഇബ്രാഹിം നബിയുടെ ചര്യായവരക്കിക്കൊണ്ടാണ് ഇന്ന് ബലിപെരുന്നാൾ നമ്മൾ നടത്തുന്നത്. ആ ബലിപെരുന്നാളിന് ആശംസ പറഞ്ഞാൽ മതിയോ? അതിന് പോസ്റ്റ് ഇട്ടാൽ മതിയോ? അതിന്റെ ആന്തരാർത്ഥം കൂടി ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ നമ്മുടെ മുസ്ലിം സമുദായത്തിന് കഴിയേണ്ടതുണ്ട്. ഒരു സമ്മർദ്ദത്തിന് ഇബ്രാഹിം നബി നിന്നിട്ടില്ല. പിതാവിന്റെ സമ്മർദ്ദത്തിന് കൂട്ടുനിന്നോ? ഇബ്രാഹിം നബി സ്വന്തം പിതാവ് ആരാ? ആസറെ. വിഗ്രഹങ്ങൾ ഉണ്ടാക്കി വെക്കുന്ന ആളാ. ആ ഇബ്രാഹിം നബി ആ ആസറിന്റെ മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത്, എന്ത് വാപ്പ ഇത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അപ്പൊ എന്താ ആസർ പറഞ്ഞ്? അന്നാൻ എറിഞ്ഞൻ ഓടിക്കുന്ന പറഞ്ഞു. വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു മാത്രമല്ല, കല്ലുകൊണ്ട് എറിഞ്ഞാട്ടും. എന്താ ഇബ്രാഹിം നബി ആ സമ്മർദ്ദത്തിന് വഴങ്ങിയോ? വാപ്പ അങ്ങനെയൊക്കെ പറയും, നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. ഖാല സലാമുൻ അലൈക്, ദാ നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സലാം. സഅസ്തഗ്ഫിറു ലക റബ്ബി, എന്റെ റബ്ബ് നിങ്ങൾക്ക് പുറത്തു തരട്ടെ. ഇന്നഹു കാന ബി ഹഫിയാ, അല്ലാഹു എന്നോട് ഏറെ കനിവുള്ളവനാണ്. നിങ്ങൾക്ക് എന്നോട് കരുണയില്ലെങ്കിൽ, നിങ്ങളുടെ ബീജത്തിലാണ് ഞാൻ പിറന്നു വീണതെങ്കിൽ, എന്നോട് നിങ്ങൾക്ക് കരുണയില്ലെങ്കിൽ റബ്ബിന് എന്നോട് കനിവുണ്ട്, ഞാൻ ഇറങ്ങുകയാണെന്ന് പറഞ്ഞ് ഇറങ്ങി നടന്ന ഇബ്രാഹിം നബിയുടെ പിന്മുറക്കാരാണ് നമ്മൾ കോംപ്രമൈസിലേക്ക് പോകാൻ പാടില്ല. സമുദായമേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താക്കീത് നമ്മൾ സൂക്ഷിക്കണം. എന്താ താക്കീത്? ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമാണ്. എന്താണ് ആ താക്കീത്? ലാ തഖൂമു സ്സാ, അന്ത്യദിനം വരികയില്ല. ഹത്താ തൽഹഖ ഖബായിലും മിൻ ഉമ്മത്തി ബിൽ മുശ്രിക്കീൻ, എന്റെ ഉമ്മത്തിൽ നിന്ന് ഒരു വിഭാഗം മുശ്രിക്കീങ്ങൾക്ക് ചെന്ന് ചേരുന്നത് വരെ. വഹത്താ തഅബുദു ഖബായിലും മിൻ ഉമ്മത്തിൽ ഔസാൻ, അവരുടെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നൊരവസ്ഥയിലേക്ക് എൻ്റെ ഉമ്മത്തിൽ നിന്നൊരു വിഭാഗം പോകുന്നത് വരെ ഖിയാമത്ത് നാൾ ഉണ്ടാവില്ല എന്നാണ്. അതല്ലേ എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? അതിന്റെ ലക്ഷണങ്ങളല്ലേ എന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്? നിശ്ചയമായും ചാണിന് ചാണായും മുഴത്തിന് മുഴമായും എൻ്റെ സമുദായം മുൻകഴിഞ്ഞു പോയ സമുദായത്തെ പിൻപറ്റുന്നേ ചെയ്യും. റസൂലുള്ളാഹി പറഞ്ഞതാണ്. ഇന്നത് കണ്ടുകൊണ്ടിരിക്കണില്ലേ?
അവര് യേശു ക്രിസ്തുവിൻ്റെ ജന്മദിനം ആഘോഷിക്കുന്നു. അതേപോലെ തന്നെ നബിദിനത്തിൻ്റെ രൂപം വന്നില്ലേ, എല്ലാ അലങ്കാരങ്ങളും പരിപാടിയും കാര്യം. പണ്ട് ഉണ്ണി യേശു എന്ന് പറഞ്ഞാൽ അവരുണ്ടാക്കും. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപം വരെ ഉണ്ടാക്കി കണ്ട് ജാഥ നടത്തിയ ആൾക്കാരെ നമ്മൾ കണ്ടിട്ടില്ലേ. ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് മദ്രസകളിൽ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് കൈക്കെഴുത്ത് എന്നൊരു പരിപാടി. എന്താ ഈ കൈക്കെഴുത്ത്? അതായത് മറ്റു സമുദായത്തിൽ വിദ്യാരംഭം എന്ന് പറഞ്ഞിട്ട് നാവിൽ പ്രത്യേകമായി അവരുടെ ഗുരുവര്യന്മാർ പ്രത്യേകമായി എഴുതി കൊടുക്കുന്ന, അരിയിൽ എഴുതി കൊടുക്കുന്ന രൂപങ്ങളൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് അവരെ വിശ്വാസം, അവർ കൊണ്ടുനടക്കട്ടെ. പക്ഷെ അതിൻ്റെ വേറൊരു പതിപ്പായിട്ട് മദ്രസ തുറക്കുന്ന സമയത്ത് ഉസ്താദന്മാരൊക്കെ അതിന് പ്രത്യേക പേര് കൊടുത്ത് മടിയിലിരുത്തിങ്ങാണ്ട് നാവിൽ പ്രത്യേകം ബിസ്മിയും അള്ളയും ഒക്കെ പേരൊക്കെ എഴുതി കൊടുക്കുക. ഇപ്പോൾ വേറൊന്ന് കൈക്കെഴുത്ത് പറഞ്ഞിട്ട് തേന് കൊണ്ട് കയ്യിൽ എന്ത് ചെയ്യുക, കുട്ടികൾക്ക് ഓരോന്ന് എഴുതി കൊടുക്കുക, കുട്ടികളെ കൊണ്ട് അത് കുടിപ്പിക്കുക, എന്നിട്ട് കാശ് വാങ്ങുക. അതിന് പ്രത്യേക പോസ്റ്റർ ഇറക്കിങ്ങാണ്ട് രക്ഷിതാക്കളുടെ ഇടയിൽ സമ്മർദ്ദം ഉണ്ടാക്കുക. അപ്പോൾ അത് തെറ്റാണ്, അത് ആ വഴി ശരിയല്ല എന്ന് പറയുമ്പോൾ അത് ഉസ്താദന്മാർക്ക് തുച്ഛമായ ശമ്പളമല്ലേ ഉള്ളൂ. അപ്പോൾ അവർക്ക് എന്തെങ്കിലും കാശ് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ, എന്തിനാ അപ്പം അതിനൊക്കെ വിമർശിക്കണമെന്നാണ്. കാശ് കൊടുക്കാൻ കമ്മിറ്റിക്കാർക്ക് ശമ്പളം കൂട്ടിയാൽ പോരെ, വേറെ എന്തൊക്കെ മാർഗമുണ്ട്? എന്തിനാ അങ്ങനെ ഇസ്ലാമിൽ ഇല്ലാത്ത സാധനങ്ങൾ കൊണ്ടുവരുന്നത്? ഇങ്ങനെ ഓരോന്ന് ചാണിന് ചാണായും മുഴത്തിന് മുഴമായും കൊണ്ടുവരികയാണ്. ഇതിനെ വിമർശിച്ചാലോ ഭയങ്കരമായി അസഹിഷ്ണുതയോടുകൂടി ചീത്ത പറയുന്ന ഒരു സ്വഭാവം. ഇതൊക്കെ വിശ്വാസികളുടെ സ്വഭാവമാണ് സുഹൃത്തുക്കളെ. അതുകൊണ്ട് ഞാൻ പറയണത്, ഈ ബലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബിയെ ഓർക്കുക എന്ന് പറഞ്ഞാൽ, ഇബ്രാഹിം നബി ഒരു സമ്മർദ്ദത്തിനും കീഴ്പ്പെടാതെ പിടിച്ചു നിന്ന പ്രവാചകനാണ്. തൗഹീദിന് വേണ്ടി സ്വന്തം പിതാവിന്റെ മുമ്പിൽ, സ്വന്തം സമൂഹത്തിന്റെ മുമ്പിൽ, അതുപോലെ തന്നെ ഭരണകൂടത്തിന്റെ മുമ്പിൽ, ഭരണകൂടത്തിന്റെ ദണ്ട് പറഞ്ഞിട്ടും ഈഡിയെ പറഞ്ഞിട്ടും മറ്റത് പറഞ്ഞിട്ടുമാണല്ലോ പലരും പേടിപ്പിക്കുന്നത്. ആ പേടിയുടെ മുമ്പിലൊന്നും ചഞ്ചലനാകാതെ നിന്ന, ചരിത്രത്തിൽ ജ്വലിച്ചു നിന്ന വ്യക്തിത്വത്തിന്റെ പേരാണ് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. ആ ഇബ്രാഹിം നബിയുടെ ചര്യ ആവർത്തിച്ചുകൊണ്ടാണ് ബലി പെരുന്നാൾ നമ്മൾ നടത്തുന്നതെങ്കിൽ, അങ്ങനെ നമ്മൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ടെങ്കിൽ ആ ഇബ്രാഹിമിന്റെ ആദർശം കൂടി നമ്മൾ സ്വീകരിക്കണം. അതാണ് ഇന്ന് കാലഘട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായി വേണ്ടത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇബ്രാഹിം നബിയുടെ ഈ ആദർശം ഇന്ന് പറഞ്ഞാൽ അന്ന് ഇബ്രാഹിം നബി നേരിട്ടതുപോലെ നമ്മളും ഈ കാലഘട്ടത്തിൽ നേരിടേണ്ടി വരും, യാതൊരു സംശയവുമല്ല. അതിന് ലക്ഷണങ്ങൾ ഇന്ന് സമൂഹത്തിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ഇസ്ലാം മാത്രമാണ് ശരി എന്ന് പറയാൻ പാടില്ല, ചില ആൾക്കാർ പറയാം. അള്ളാഹിനോട് മാത്രം എന്ന് പറയാൻ പാടില്ല. അതേപോലെ തന്നെ തൗഹീദ് പറഞ്ഞപ്പോൾ എന്തായി? കുഴപ്പക്കാരനായി, അനുഷ്ഠാന തീവ്രവാദിയായി, അക്ഷരപൂജകനായി, ബഹുസ്വരത അറിയാത്തവനായി. ഞാനിപ്പോൾ ഈ പ്രസംഗിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ മതേതരത്വം തിരിയാത്തവനായി, എടുത്തുചാട്ടക്കാരനായി, വിവേകമില്ലാത്തവനായി, സാമൂഹ്യ സൗഹാർദ്ദത്തിന് തുരങ്കം വെക്കുന്നവനായി മാറി, അപരമത വിദ്വേഷം ചുമത്തുന്നവനായി, അതിന്റെ പേരിൽ വേണമെങ്കിൽ കേസ് വരെ എടുക്കുന്ന സാഹചര്യം ഉണ്ടാവും അല്ലേ? നമ്മുടെ നാട്ടിൽ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു കാര്യം അറിയാം, തിരുത്തിയാൽ ഒറ്റപ്പെടുമെന്ന ഭീതി ഒരിക്കലും നമുക്ക് വേണ്ട. ഇബ്രാഹിം നബി തിരുത്തി, ഒറ്റയാൾ പട്ടാളമായി തിരുത്തി. എന്താ ഇബ്രാഹിം നബിക്ക് സംഭവിച്ചത്? അല്ലാഹ് കാത്തു അല്ലേ? പിന്നെന്താ സംഭവിച്ചത്? ആരാ ചരിത്രത്തിൽ ഓർമ്മിക്കപ്പെട്ടത്? ഇബ്രാഹിം നബിയെ ഓർമ്മിക്കപ്പെട്ടത്. അബ്രഹാമിക് മതങ്ങൾ എന്ന് പറയുന്ന യഹൂദ മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, ഈ മൂന്ന് കൂട്ടരും അംഗീകരിക്കുന്ന പ്രവാചകനാണ് ആര്? ഇബ്രാഹിം നബി. അവർ അവകാശപ്പെടുന്നുണ്ടോ ഇല്ലോ ഇല്ല എന്നുള്ള വേറെ വിഷയം. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? പിന്നീട് ലോകത്ത് ജനസംഖ്യയിൽ പകുതിയിലധികം ആളുകൾ ആരെ ഇതാകുന്ന സംഭവം വന്നു, അംഗീകരിക്കുന്ന അവസ്ഥ വന്നു. ഈ ഇബ്രാഹിം നബിനെ ഒറ്റപ്പെടുത്തിയ ഇബ്രാഹിം നബിനെ അംഗീകരിക്കുന്ന അവസ്ഥ വന്നു അല്ലേ? മാത്രമല്ല, കഅബാലയത്തിന്റെ നിർമ്മാണ സമയത്ത് നാദാ ആരുമില്ലാത്ത ഈ മരുഭൂമിയിൽ ഞാൻ വിളിച്ചാൽ ആര് വരാനാ എന്ന് പറഞ്ഞു. പടച്ചോൻ പറഞ്ഞു, നീ വിളിച്ചോ, വാദ്ദിൻ ഫിന്നാസ് ബിൽ ഹജ്ജ് യഅതൂക റിജാലൻ വഅലാ കുല്ലി ളാമിരിൻ യഅതീന മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. എല്ലാ ഇടുങ്ങിയ വഴികളിൽ നിന്നും, മെലിഞ്ഞ ഒട്ടകപ്പുറത്ത്, മറ്റു വാഹനങ്ങളിലായി ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ നിന്ന് ആളുകൾ വരും എന്ന് അല്ലാഹ് പറഞ്ഞു. ഇന്ന് നിങ്ങൾ ആലോചിക്കും, 24 മണിക്കൂറും ജനക്കൂട്ടം കൂടി നിൽക്കുന്ന ഒരു സ്ഥലമുണ്ടെങ്കിൽ അത് മക്കയല്ലാതെ, പരിശുദ്ധ മക്കയുടെ അടുത്തല്ലാതെ വേറെ എവിടെയാണുള്ളത്? ഇന്ന് ഹജ്ജിന്റെ അവസ്ഥകൾ നോക്കി. ഒരു മനുഷ്യല്ലാത്ത സ്ഥലത്ത് പടച്ചോൻ പറഞ്ഞ സത്യയില് പരലോകം ഉണ്ട് എന്നുള്ളതിന്റെ ഉറപ്പാണ് ഈ കാണുന്നത്. ഓക്കെ, ആലോചിച്ച് നോക്കി. ആ ഇബ്രാഹിമിനെ ഒറ്റപ്പെടുകയാണോ ചെയ്തത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ നിസ്കാരത്തില് ഇബ്രാഹിം നബിക്ക് വേണ്ടി പ്രാർത്ഥിക്കണില്ലേ? സ്വലാത്തിൽ പ്രാർത്ഥിക്കണില്ലേ? ഈ പ്രാർത്ഥന ഇന്ന് മുഴുവൻ മനുഷ്യന്മാരും ഖിയാമത്ത് നാൾ വരെ നടത്തിയല്ലേ? എതിർത്ത നമ്രൂദും കൂട്ടരും ഇന്ന് എവിടെയാണ്? അവർ ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ടു, അവരാർക്കും ഓർമ്മയില്ല. എന്നാൽ ഒറ്റയാൾ പട്ടാളമായി ഒറ്റക്ക് നിന്ന് പോരാടിയ ഇബ്രാഹിം നബി ഇന്ന് എവിടെയാണ്? വിശ്വാസികളുടെ മനസ്സിലെ മാണിക്ക കൊട്ടാരത്തിലെ മുത്തായി ഇന്ന് വാഴ്ന്നുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോ നമ്മൾ ഓർക്കുക, ഇബ്രാഹിം നബിന്റെ പ്രാർത്ഥനയാണ് അവിടെ സഫലമായത്. പടച്ചോനെ, പിൽക്കാലക്കാരിൽ സൽകീർത്തി എനിക്ക് ഉണ്ടാക്കണേ എന്ന് പറഞ്ഞില്ലേ? ഇന്ന് നമ്മൾ ഇബ്രാഹിമിനെ പറ്റി വലിയ പറഞ്ഞത് നമ്മൾ മാത്രമല്ല പറയണേ, ലോകത്ത് മുഴുവൻ മനുഷ്യന്മാരും പറയണം. നമ്മൾ ആലോചിച്ച് നോക്കി. അതുകൊണ്ട് തൗഹീദിന്റെ ആൾക്കാർക്ക് നിർഭയത്വം വേണം. ഇത് പറഞ്ഞതിന്റെ പേരിലൊന്നും ആർക്കും മൂക്കിൽ വലിക്കാൻ കഴിയില്ല സുഹൃത്തുക്കളെ. പടച്ചോണ്ടാവും നമ്മളെ കൂടെ.
അതുകൊണ്ട് തൗഹീദ് നിർഭയമായി പറഞ്ഞ് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം. ഇത് ഇബ്രാഹിം നബിക്ക് കഴിഞ്ഞത് എന്തുകൊണ്ടറിയോ? ഇബ്രാഹിം നബി പരലോകമുണ്ട് എന്നാണ് ഉറപ്പിച്ചു. ലിയത്മഇന്ന ഖൽബി. ഇബ്രാഹിം നബി പറയാ, അല്ല പടച്ചോന് രണ്ടാമത് ജീവിതം ഉണ്ടോ എന്ന് ഇബ്രാഹിം നബി ചോദിക്കാം. ഖുർആൻ പറഞ്ഞു തരാണ്. അപ്പൊ എന്താ വിശ്വാസമില്ല ഇബ്രാഹിമേ? വിശ്വാസം കണ്ട് എന്നാലും ലിയത്മഇന്ന ഖൽബിന്റെ ഹൃദയത്തിന് ഒരു ഉറപ്പുണ്ടാക്കാനാണ്. അപ്പോൾ പടച്ചോൻ വന്നാൽ പക്ഷികളെ മുറിച്ചിട്ട് അതിനെ ഓരോ ദിക്ക് കൊണ്ടേക്ക് എന്നിട്ട് വിളിച്ചാണ് വരും എന്ന് പറഞ്ഞു. ആണ് കാണിച്ചു കൊടുത്തു. അപ്പൊ ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ഉറപ്പിച്ചു. പിന്നെ ഇബ്രാഹിം നബിക്ക് ഒരു പേടിയില്ല. പിന്നെ ആരില്ലെങ്കിലും എൻ്റെ പടച്ചോണ്ട്. അതുകൊണ്ട് ആ തീക്കുണ്ടാരത്തിലേക്ക് വരെ പോയത് നിങ്ങൾ ആലോചിച്ച് നോക്കി. എന്താ നമ്മക്ക് ഇതിന് കഴിയാത്തത്? നമ്മളെ അവസ്ഥ എന്താ പറയുന്നത്? ഹുബ്ബു ദുനിയാവ കറാഹിയത്തിൽ മൗത്താണ്. അതായത് ദുനിയാവിനോടുള്ള ആർത്തിയും പ്രേമവും മരണം എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടി. ഈ അവസ്ഥയ്ക്ക് ഇന്ന് മുസ്ലിം സമുദായം എത്തിയിട്ടുണ്ട്. നമുക്ക് പരലോകമൊന്നും വിശ്വാസമില്ല. അങ്ങനെ ഉണ്ടോയെന്ന് തന്നെ അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഈ ഈദ്ഗാഹിൽ പറയാനുള്ളത്, നമ്മൾ ശരിക്കും നമ്മളെ മക്കളെയും കുട്ടികളെയും കുടുംബങ്ങളൊക്കെ ശരിക്കും പരലോക വിശ്വാസങ്ങളെ പടച്ചോനെ പോലുള്ള മക്കളാക്കി മാറ്റണം. ഇബ്രാഹിം നബിൻ്റെ കുടുംബത്തെ പോലുള്ള കുടുംബമാക്കി മാറ്റണം. എപ്പോഴും മരിക്കും എന്നുള്ളൊരു ബോധം വേണം. ഞാൻ എപ്പോഴും ഇവിടെ രാജാവായി ജീവിക്കും എന്നുള്ള ധാരണ വേണ്ട. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരി മരണപ്പെട്ടു. ഇപ്പോൾ ഞങ്ങൾക്കറിയാലോ, ഇപ്പോൾ ഈ കഴിഞ്ഞ നമ്മളെ പട്ടർക്കുളത്ത് അല്ലേ മരക്കാൻ മാഷ് മരണപ്പെട്ടില്ലേ? അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒക്കെ പെട്ടെന്നാണ്. എത്ര ആളുകളാ പെട്ടെന്ന് മരിക്കുന്നത്. ഉച്ചക്ക് ഉറങ്ങാൻ കിടന്നാണ് ഒരു സഹോദരി. സാധാരണ എണീക്കണ സമയപ്പോൾ എണീക്കണില്ല, പോയി വിളിച്ചപ്പോൾ മിണ്ടണില്ല, മരിച്ചു പോയിട്ടുണ്ട്. എത്ര ആൾക്കാരുണ്ട്? ഇപ്പം ഇന്നലെ ഒരാൾ പറഞ്ഞു, ഒരു 40-45 വയസ്സായ ചെറുപ്പക്കാരനാണ്. അങ്ങാടിക്ക് പോയി തിരിച്ചു വന്ന് ഷർട്ടുണ്ട് ഊരി വെച്ച് സോഫയിൽ ഇരുന്നപ്പോൾ കുഴഞ്ഞു പോയി. നമ്മൾ ഇത്രയേ ഉള്ളൂ മനുഷ്യന്മാർ. അതുകൊണ്ട് മരിക്കണീൻ്റെ മുമ്പ് ശരിക്കും വിശ്വാസം അനുസരിച്ച് ജീവിക്കുക. നമുക്ക് എന്നും ജീവിക്കാനുള്ളത് പരലോകത്താണ്. നമുക്ക് ആ സ്വർഗം കിട്ടണം. നമ്മളെ കുട്ടികൾക്ക് അത് കിട്ടണം. നമ്മളെ ജോലി, നമ്മളെ എല്ലാ പകിട്ടും പവറും അധികാരവും ഇവിടെ എന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ആ രീതി ജീവിക്കുക. മരണഭയം വിസ്മരിക്കരുത്. അങ്ങനെയുള്ള യഥാർത്ഥ മുത്തക്കികളിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.